കളി കാര്യവട്ടത്ത്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്ക് തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ് വേദിയാകും. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ച മത്സരങ്ങളാണ് കാര്യവട്ടത്ത് നടക്കുക. സെമിഫൈനൽ ഉൾപ്പെടെ 5 മത്സരങ്ങൾക്ക് കാര്യവട്ടം വേദിയാകും. കഴിഞ്ഞ വർഷത്തെ IPL കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ വിജയാഘോഷത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ 11 പേർ മരിച്ചിരുന്നു. ഈ അപകടവുമായി നടത്തിയ അന്വേഷണത്തിലാണ് ചിന്നസ്വാമി സ്റ്റേഡിയം സുരക്ഷിതമല്ല എന്ന കണ്ടെത്തലുണ്ടായത്. ഇത്തരത്തിലാണ് വേൾഡ് കപ്പിനുള്ള വേദിയാകാനുള്ള അവസരം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് നഷ്ടമായത്. അങ്ങനെയാണ് കേരളത്തിലെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് നറുക്കു വീണതും. KCLനായി അന്താരാഷ്ട്ര നിലവാരത്തോടെ ഒരുക്കുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേൾഡ് കപ്പ് മത്സരങ്ങൾക്കായി എളുപ്പത്തിൽ സജ്ജമാക്കാമെന്നതുകൊണ്ടാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇത്തരത്തിൽ മത്സരങ്ങൾക്ക് വേദിയായി തിരഞ്ഞെടുത്തത്. സെപ്റ്റംബർ 30 മുതൽ നവംബർ 2 തീയതി വരെയാണ് വേൾഡ് കപ്പ് മത്സരങ്ങൾ നടക്കുക. ഇന്ത്യക്ക് പുറമെ ശ്രീലങ്കയിലുമായി നടക്കുന്ന മത്സരങ്ങളിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ന്യൂസിലൻഡ്, സൌത്ത് ആഫ്രിക്ക തുടങ്ങിയ 8 രാജ്യങ്ങൾ മാറ്റുരയ്ക്കും. സെപ്റ്റംബർ 25-ന് സൌത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡും തമ്മിലും 27-ാം തീയതി ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ നടക്കുന്ന സന്നാഹ മത്സരങ്ങൾക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും. വേൾഡ് കപ്പിന് മുമ്പേ നടക്കുന്ന KCL മാച്ചുകൾക്കായുള്ള ഫ്ലഡ് ലൈറ്റുകളുടെ നവീകരണം കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. വനിതാ ലോകകപ്പിൽ കന്നി കിരീടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം മത്സരത്തിനിറങ്ങുന്നത്. ഈ ഒഴിഞ്ഞുകിടക്കുന്ന ഗാലറികൾ വരും ദിവസങ്ങളിൽ ക്രിക്കറ്റ് ആവേശം കൊണ്ട് നിറയും. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ടോം ചേരും പോലീസ് പെട്രോളുമായി.